19 വയസ്സ് മാത്രം പ്രായമുള്ള മാളൂട്ടി എന്ന പൊന്നു മോളാണ് ഈ സഹോദരന് വേണ്ടി ലിവർ നൽകുന്നത്. ആ മോള് പറഞ്ഞ വാക്ക് കേട്ടോ പ്രിയപ്പെട്ടവരെ, എന്റെ അച്ഛന് പ്രതീക്ഷയോടുകൂടി എന്നെ നോക്കുമ്പോ എനിക്ക് എന്റെ ശരീരത്തിലെ ലിവർ പതിച്ചു കൊടുക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് എന്റെ അച്ഛന്റെ സർജറി നടക്കാതെ പോകുന്നത്. എന്റെ അച്ഛൻ മരണപ്പെട്ടാൽ പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല. എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഞങ്ങൾ അങ്ങനെ പൊന്നു പോലെ നോക്കിയാൽ. ഇത് കഴിഞ്ഞ ഡിസംബർ 2025 നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ ഒരു അമൃത എന്ന് പറഞ്ഞിട്ടുള്ള 19 വയസ്സുള്ള മോളെ ഫാദറിന് പെട്ടെന്നായിട്ട് ലിവർ കംപ്ലൈൻ്റ് ആയി പോവുക. ലിവർ പൂർണ്ണമായിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒന്നല്ല, അത് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറയണം അർജൻറ്റായിട്ട് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ സർജറി ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ അറിയോ, അതായത് ഈ ലിവർ കിഡ്നി ഇതൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണം, 20-30 ലക്ഷങ്ങൾ വേണം. പ്രത്യേകിച്ച് ഡോണർ ഇല്ല എന്നുണ്ടെങ്കിൽ, പുറത്തുനിന്നാണ് ഡോണർ എന്നുണ്ടെങ്കിൽ 20 ലക്ഷം 50 ലക്ഷമൊക്കെ ആയി മാറും. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അങ്ങനെ ഒരു അമർഷ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു വീഡിയോ സമൂഹത്തെ അറിയിക്കുന്നത്, പത്തനംതിട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ അന്ന് അമൃത പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ അച്ഛന് ഞാൻ എൻ്റെ ലിവർ കൊടുത്തോളാം, എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു വാക്ക് കേൾക്കണമെങ്കിൽ അപൂർവമാണ്. കാരണം സ്വത്തിൻ്റെ പേരിലും മറ്റുള്ള കാര്യത്തിൻ്റെ ഒക്കെ കച്ചറ കൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഇന്നത്തെ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. അച്ഛനെ കഴുത്തറുത്ത് കൊന്നു. എന്തിന്? ചെക്കൻ്റെ ഒപ്പം വിടാത്തതിൻ്റെ പേരിൽ. അതായത് പ്രേമിച്ച് ചെക്കൻ്റെ ഒപ്പം വിടാത്തതിൻ്റെ പേരിൽ അച്ഛനെ കഴുത്തറുത്ത് കൊന്നു. അങ്ങനത്തെ ഈ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിലേ സ്വന്തം ലിവർ ഞാൻ കൊടുത്തോളം എൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരണമെങ്കിൽ അതിൻ്റെ മനസ്സ് എത്രത്തോളം വലുതേകാരം. അങ്ങനെയുള്ള ഒരു കേസ് കേരളത്തിൽ മൊത്തം എല്ലാവരും ഏറ്റെടുത്തൊരു കേസായിരുന്നു ഈ ഒരു അമൃതൻ്റെ കേസ്. എന്നിട്ട് അമൃത സ്വന്തം ലിവറിൻ്റെ 70% അച്ഛന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ ഒരു കേസ് കേരളം മുഴുവൻ ഏറ്റെടുക്കാണ്ടായിരുന്നത്. ഓരോരുത്തർ 5 രൂപയും 10 രൂപയും 100 രൂപയും കഴിഞ്ഞൊരു 500ഉം 1000ഉം ചിലർ 10,000 വരെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പൈസകൾ കൂട്ടി അവസാനം സർജറിക്കുള്ള എമൗണ്ടായി. പെട്ടെന്ന് തന്നെ സർജറി നടന്നു, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തു. 70% ലിവർ അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ടൈമിൽ ഇത്രത്തോളം ഒരു ത്യാഗം തന്നെ പറയാം. കാരണം ഇന്നത്തെ കാലത്ത് ആരെ ചെയ്തു കൊടുക്കുക? ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് പറയും, അവർക്ക് ഒരു ബ്ലഡ് കൊടുക്കാൻ പോലും എനിക്ക് വയ്യ, വേറെ ആൾ നോക്കിക്കോളെന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെ സ്വത്ത് കിട്ടിയത് കുറഞ്ഞതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ലിവർ 70%-ഓളമാണ് അമൃത അന്ന് അച്ഛന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും നിരാശാജനകമായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അച്ഛൻ ഈ ഭൂമിയോട് വിട പറഞ്ഞു പോയി. പക്ഷേ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു ഒറ്റൊരു പുണ്യപ്രവൃത്തി മതി അമൃത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സഹോദരിയോട് പറയുള്ളത്. ജീവിതത്തിലെ വിജയം കൈവരിക്കഞ്ഞ് വേറെ എന്ത് വേണം? മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും, ഈ ഭൂമിയിൽ ഇത്രയും സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിവറിൻ്റെ സ്വന്തം അച്ഛന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം മതി സ്വർഗം കിട്ടാൻ, പിന്നെ വേറെ എന്ത് വേണം? അത് മതി, ഈ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ നിരാശാജനകം. ഇപ്പോൾ ഇന്നലെ CJ റോയ് സാറ് മരിച്ച്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കലാഭവൻ നവാസ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദാ ഈ ഒരു അച്ഛനും ഭൂമിയോട് വിട പറഞ്ഞു പോയപ്പോൾ എന്താണെന്നറിയില്ല, നല്ല ആൾക്കാരെ ദൈവം ആദ്യം മേലോട്ട് വിളിച്ചു കൊണ്ടുപോകാമെന്ന് തോന്നുന്നു. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക, ഇത്രയും ത്യാഗവും കാര്യങ്ങളൊക്കെ സഹിച്ച് വേദനകളൊക്കെ സഹിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ട് പോലും അധികകാലം ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര സങ്കടകരമായിട്ടുള്ള കാഴ്ചക്കാരം അത്. എന്താ ഇനി ചെയ്യലേ? വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അത്ര ഇതിന് പറയാനുള്ളൂ.